അച്ഛനാവാൻ തയ്യാറെടുക്കുന്ന ഒരാൾ ഡോക്ടറെ ഞാൻ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ ഡയറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് കോമൺലി ചോദിക്കാറുണ്ട്. ഡയറ്റ് മാത്രമല്ല, കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെയും നമ്മുടെ സ്പേം ഹെൽത്തിനെയും ഫെർട്ടിലിറ്റിനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെയിറ്റ് എന്നുള്ളത് തന്നെയാണ്. അതൊരു ഒപ്റ്റിമം വെയിറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് BMI ഒരു 30 മേലിലുള്ള ഒരാളാണെങ്കിൽ ഒരു 5 to 10% വെയിറ്റ് റിഡക്ഷൻ തന്നെ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെയും സ്പേം പ്രൊഡക്ഷനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് നമ്മൾ ഡയറ്ററി മോഡിഫിക്കേഷൻസ് തന്നെയാണ്. ഫ്രൈഡ് ഐറ്റംസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നട്ട്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഫ്രഷ് ഫിഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് ആയിട്ട് ഓയിലിൻ്റെ യൂസേജ് ആസ് മച്ച് ആസ് പോസിബിൾ ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഇസ് എക്സസൈസ്. ഒരു 35 to 40 minutes ഓഫ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് 5 days in a week നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി പലരും പറയാൻ ഡോക്ടർ നടക്കാൻ പോകാറുണ്ട്. നടക്കാൻ പോകുന്ന ഷുഡ് ബി എ ബ്രിസ്ക് വാക്കിംഗ്. അതായത് നമ്മൾ കംഫർട്ടബിളി, നമുക്ക് പാട്ട് പാടി നടക്കാൻ പറ്റരുത്. നമ്മൾ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വേർക്കണം, ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് മുകളിലേക്ക് പോകണം. അപ്പോൾ നമുക്കൊരു കംഫർട്ടബിളി സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പീഡിൽ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് എന്തെങ്കിലും ചെയ്യുന്നത് ഇസ് വെരി യൂസ്ഫുൾ. അടുത്തതായിട്ട് നമ്മുടെ ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 30 മേലുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ ലെവൽസ് ഒന്ന് നോക്കുക, ഷുഗേഴ്സ് ഒന്ന് നോക്കുക. ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഡയറ്റും ഇഫ് നീഡഡ് നമുക്ക് മെഡിസിൻസും എടുക്കുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. and എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ വെരിക്കോസിൽസ് ഉണ്ടെങ്കിലൊക്കെ അതിനൊരു കറക്റ്റ് മെഷേഴ്സ് എടുക്കുന്നത് ഹെൽപ്ഫുള്ളാണ്. ഒരു ഗുഡ് സ്ലീപ്പ് പാറ്റേൺ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു 6 to 7 hours എങ്കിലും നമ്മൾ വെൽ റെസ്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഉറങ്ങുന്നതിന് ഒരു 1 hour മുമ്പെങ്കിലും ബ്ലൂ ലൈറ്റ്, സ്ക്രീൻസ്, ഫോണിൽ കൂടെയുള്ള സ്ക്രോളിംഗ് ഒന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ബെഡ്റൂമിൽ ഐഡിയലി TV കാണാതെ നോക്കുക. സ്ട്രെസ് ലെവൽസ് ലൈഫിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മളതിനെ മാനേജ് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റേ വെൽ ഹൈഡ്രേറ്റഡ്, നല്ലോണം വെള്ളം കുടിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു റെഗുലർ സെക്ഷൽ ആക്ടിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒരു സ്പേം ഹെൽത്തിനായിട്ട്. സോ നമ്മൾ ഫെർട്ടിലിറ്റി OPയിൽ വരുന്ന പലരും പറയാറുണ്ട് ഡോക്ടർ ഓവുലേഷൻ ഡേ എന്നാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെന്നുള്ളത്. സോ അതിനേക്കാളും ബെറ്റർ വുഡ് ബി ഒരു ഫ്രീക്വൻറ്റ് സെക്ഷൽ ആക്ടിവിറ്റി. അതായത് ഒരു 2 to 3 times per week ഉണ്ടെങ്കിൽ നമ്മുടെ സ്പേം ഹെൽത്തും സിമൻ പാരാമീറ്റേഴ്സ് ബെറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു ആങ്സൈറ്റി അറൗണ്ട് ആ ഒരു ഓവുലേഷൻ ടൈം, ഒരു പെർഫോമൻസ് ആങ്സൈറ്റി, അതും പലപ്പോഴും ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസിലേക്ക് റിസൾട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇനീഷ്യലി നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓവേർട്ട്ലി ഓർ വളരെ സ്ട്രിക്ട്ലി ട്രാക്ക് ചെയ്യാതെ ഒരു റെഗുലർ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് 2 to 3 times per week ഇസ് വെരി ഗുഡ്. പലപ്പോഴും നമ്മൾ ഫീമെയിൽസിന് മെഡിസിൻസ് കൊടുത്ത് പല സൈക്കിൾസ് കഴിയുമ്പോഴാണ് പലപ്പോഴും ഡിറ്റക്റ്റ് ചെയ്യുന്നത് സിമൻ പാരാമീറ്റേഴ്സിലുള്ള മേജർ ഇഷ്യൂസ്. സോ ഒരു 6 to 12 months ആയി പ്രഗ്നൻസിക്ക് നോക്കിയിട്ട് ആവുന്നില്ലെങ്കിൽ ഒരു ബേസിക് സിമൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അഡ്വൈസബിൾ. ടെസ്റ്റിംഗ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക ഒരു 2 days എങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട്, ആൻഡ് നോട്ട് മോർ ദാൻ 7 days സിൻസ് ലാസ്റ്റ് എജാക്കുലേഷൻ ആണ് സിമൻ ടെസ്റ്റിങ്ങിനുള്ളൊരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1, വളരെ ടൈറ്റായിട്ടുള്ള അണ്ടർഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ടെസ്റ്റസ് ബോഡിക്ക് പുറത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ അത്രയും ഹീറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ സ്പേംസ് ഡാമേജ്ഡ് ആവും. അപ്പം അധികം ഹോട്ടായിട്ടുള്ള ഷവേഴ്സ് എടുക്കാണ്ടിരിക്കുക. അവിടേക്ക് കോട്ടൺ ആയിട്ടുള്ള ലൂസ് അണ്ടർഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഹീറ്റ് എക്സ്പോഷർ ടു ടെസ്റ്റസ് ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്പർ 2, നമ്മൾ വളരെ ഒബ്വിയസ് ആണെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിങ്ങിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് സ്പേംസിൻ്റെ മൂവ്മെൻറ്റിനെയും നമ്പേഴ്സിനെയും ടെസ്റ്റസിൻ്റെ ഫംഗ്ഷനെ തന്നെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഓൾസോ ആൽക്കഹോൾ യൂസ്, സ്പെഷ്യലി നമ്മൾ ഒരു വീക്കെൻഡ്സിൽ വല്ലപ്പോഴും ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ബിഞ്ച് ഡ്രിങ്കിങ്, വളരെയധികം ഹെവി ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്നതും സ്പേം പാരാമീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്സ് മടിയിൽ വെച്ച് യൂസ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അഗൈൻ ഹീറ്റ് എക്സ്പോഷർ കുറയ്ക്കാനായിട്ട് നോക്കുക. മൊബൈൽ ഫോൺസ് പോക്കറ്റിൽ, പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് ഇസ് എ ഗുഡ് പ്രാക്ടീസ് ഡെഫിനറ്റ്ലി. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സപ്ലിമെൻറ്റ്സ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് സപ്ലിമെൻറ്റ്സ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്.
കോഎൻസൈം ക്യൂ, സെലീനിയം, സിങ്ക്, മെഗ്നീഷ്യം, കാൽഷ്യം, ഫോളിക് ആസിഡ്, ഇതെല്ലാം ഒന്നെങ്കിൽ ഡയറ്റിലൂടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ടും എടുക്കുന്നത് ഇസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളൊരു 1 year പ്ലസ് ആയി പ്രഗ്നൻസിക്ക് നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ മംസ് പോലും വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റസ് താഴേക്ക് ഇറങ്ങാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ചെറുപ്പത്തിലുണ്ടായിരുന്നു, ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു സിമൻ അനാലിസിസ് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റീവ് സ്റ്റെപ്സ് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഫെർട്ടിലിറ്റി ആൻഡ് വിമൻസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മോർ ഇൻഫോർമേറ്റീവ് കോണ്ടന്റിനായിട്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു.